ഹലോ സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ചെറിയൊരു കീപാഡ് ഫോണിനെ കുറിച്ചാണ്. ഇതിൻ്റെ ഷോർട്ടിങ് ആണ് പ്രശ്നം. അപ്പോൾ ഇതെങ്ങനെയാണ് ഷോർട്ടിങ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. സാംസങ്ങിൻ്റെ മോഡൽ B350 എന്ന് പറയുന്ന മോഡലാണ്. ഇതിൻ്റെ ഷോർട്ടിങ്ങാണ് നമ്മളിന്ന് മാറ്റുന്നത്. അപ്പോൾ ഞാൻ ഷോർട്ടിങ് നേരത്തെ എനിക്ക് ഒന്ന് രണ്ടിടത്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ കമ്പോണൻസ് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ അത് ഇപ്പോൾ ഏതെല്ലാമാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാം. ആദ്യം നിങ്ങൾ 1 2 3 4 5 സ്ക്രൂകളുണ്ട്. ബാക്ക് കവർ അഴിക്കുക, 5 സ്ക്രൂകളും പടാപട്ട് അഴിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഞാൻ മൊബൈൽ സംബന്ധമായ എല്ലാ വീഡിയോകളും ഈ ചാനൽ വഴി ഇടുന്നതായിരിക്കും. അപ്പോൾ പുതിയ കംപ്ലയിൻസുകൾ ഒക്കെ കിട്ടുന്നതനുസരിച്ച് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് ലഭിക്കണമെങ്കിൽ, നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ കിട്ടാതെ പോകും. സ്ക്രൂകൾ അഴിച്ചാൽ സൈഡിൽ നിന്ന് നഖമിട്ടോ നൈഫിട്ടോ ഒതുക്കി അകത്തി എടുക്കാവുന്നതാണ് ബൈക്ക് ബോഡി. അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസ്പ്ലേ ഒന്ന് റിമൂവ് ചെയ്യാം. അതിൻ്റെ ഡെക്കണ് കൂടെ ഒന്ന് അഴിച്ചു വയ്ക്കാം. അതിൻ്റെ ആ ഐസിയുടെ മുകളിലിരിക്കുന്ന ഒരു ഷീൽഡുണ്ട്, അതൊന്ന് അഴിച്ചു വയ്ക്കാം. എന്നിട്ട് വേണം അതിനകത്ത് ആ കമ്പോണൻസ് ഇരിക്കുന്നത്. കമ്പോണൻസ് നമുക്ക് എവിടെയാണ് ഇതിൻ്റെ ഒരു ഷോർട്ടിങ് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ കമ്പോണൻസിൽ നമ്മൾ മൾട്ടിമീറ്ററിൽ വെച്ച് നമ്മൾ ചെക്ക് ചെയ്യണം. അതിനായിട്ട് നമ്മൾ മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി പ്രോബിലിടുക. കണ്ടിന്യൂറ്റി പ്രോബിൽ നമ്മൾ ആ X1 എന്നെഴുതിയേക്കുന്ന ആ പൊസിഷനിലിടുക. എന്നിട്ട് നമ്മൾ ബാറ്ററി കോണ്ടാക്റ്റിൽ വെച്ച് ഒരു സൈഡിലേക്ക് റീഡിങ് കാണിക്കണം, ഒരു സൈഡിലേക്ക് റീഡിങ് കാണിക്കരുത്. ഇതാണ് ഷോർട്ടിങ് ചെക്ക് ചെയ്യുന്ന രീതി. പക്ഷേ ഇത് 2 സൈഡിലേക്കും റീഡിങ് കാണിക്കുന്നു. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇത് ഷോർട്ടാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. 2 സൈഡിലേക്കും റീഡിങ് കാണിക്കുന്നു. അപ്പം നമുക്കിതിനകത്ത് എവിടെയാണ് ഈ ഷോർട്ടിങ് എന്ന് പറയുന്നത് എന്നറിയാനായിട്ട് നമുക്ക് ഇതിനകത്തെ കമ്പോണൻസ്, കപ്പാസിറ്റർ ഇരിക്കുന്നതോടെ എല്ലാം നമ്മളൊന്ന് നോക്കാം. കപ്പാസിറ്റർ എല്ലാം ഏത് ഭാഗത്താണ് ഷോർട്ടിങ് എന്നുള്ളത് നോക്കാം. ആ ചാർജിങ് കണക്ടറിൻ്റെ അവിടെ ഒരു കപ്പാസിറ്റർ ഇരിപ്പുണ്ട്. പിന്നെ ഈ ഷീൽഡിനകത്ത് കുറേ കപ്പാസിറ്റർ ഇരിപ്പുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഷോർട്ടായാൽ ഫുൾ ഷോർട്ടിങ് കാണിക്കും. അപ്പം ഇതിൽ കുറച്ച് കപ്പാസിറ്റർ ഫുൾ ഷോർട്ടിങ് വരാറുണ്ട്. അപ്പം അതേതൊക്കെയാണെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്നാണെന്നും കൂടെ നമുക്ക് ആ കൂട്ടത്തിലങ്ങ് ഫൈൻഡ് ചെയ്യാം. നമുക്ക് ആദ്യം ഇതിൻ്റെ PFൻ്റെ അടുത്തൊരു കപ്പാസിറ്റർ ഇരിപ്പുണ്ട്. ഈ ഇരിക്കുന്ന കപ്പാസിറ്റർ ഒന്ന് എടുത്ത് നോക്കാം. നമുക്ക് അടുത്തേച്ച് ഷോർട്ടിങ് നോക്കാം. ഒത്താൽ ചട്ടി അല്ലെങ്കിൽ ഊട്ടി എന്ന് പറഞ്ഞ പോലെ നമുക്ക് നോക്കാം.
ഇതിൽ ഇപ്പോൾ ഇതിപ്പോൾ ഷോട്ടിങ് കാണിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ആണെന്ന് നമുക്ക് വിചാരിക്കാം. കപ്പാസിറ്റർ മാറ്റിയപ്പോൾ തന്നെ നമുക്ക് ഷോട്ടിങ് കാണിക്കുന്നില്ല. നമുക്കൊന്ന് ബാറ്ററി ഇട്ട് ഓണാക്കി നോക്കാം. അതിനാദ്യമായിട്ട് നിങ്ങൾ ബാറ്ററി 3.7 വോൾട്ടേജ് ബാറ്ററി ബൂസ്റ്ററിൽ വെച്ചിട്ട് നമ്മൾ ബാറ്ററി ഓക്കെ ആണെന്ന് ആദ്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അല്ലെന്നൊരു ബാറ്ററിയുടെ പ്രോബ്ലം ആണോ എന്ന് നമുക്ക് സംശയം തോന്നും. അതുകൊണ്ട് ആദ്യം തന്നെ ബാറ്ററി ഒന്ന് ബൂസ്റ്റ് ചെയ്യുക. നമുക്കിത് ഇനിയും നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് നമുക്ക് ഡിസ്പ്ലേ ഇട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഈ 3.7 വോൾട്ടേജ് വേണം. നിങ്ങൾ മൾട്ടിമീറ്ററെ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ ബാറ്ററിയിൽ 3.7 വോൾട്ടേജ് മുകളിൽ ഉണ്ടോയെന്നുള്ളത്. 3.7 വോൾട്ടേജ് ഇല്ലെങ്കിൽ ഫോൺ ഓണാകില്ല. അപ്പോൾ ഇത് ഫോൺ ഓണാകുന്നുണ്ട്. ഞാൻ ബാറ്ററി ബൂസ്റ്റ് ചെയ്തായിരുന്നു. ഇത് ഷോർട്ടായിട്ട് കിടന്നതുകൊണ്ട് ഇതിനകത്ത് ബാറ്ററിയുടെ ചാർജ് മൊത്തം ഇറങ്ങിപ്പോയി. ഇപ്പോൾ ഇത് ഓണാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഷോട്ടിങ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ കംപ്ലയിൻസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ പുതിയ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വഴി തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയും നിങ്ങൾക്ക് കറക്റ്റായിട്ടിത് സമയത്ത് തന്നെ വീഡിയോ ലഭിക്കുകയും ചെയ്യും. ഇപ്പം ഞാൻ വേറെ ഈ കാണുന്നില്ലേ ഇപ്പോൾ കാണിക്കുന്ന കമ്പോണൻസ്, ഈ കമ്പോണൻസ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഒരു 3 കപ്പാസിറ്റർ ഉണ്ട്. ഈ കപ്പാസിറ്റർ ഷോർട്ട് വരുന്നതാണ്. ഇപ്പോൾ ഇനി നിങ്ങൾക്കത് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ബോർഡിൽ കിട്ടിയ കപ്പാസിറ്ററിൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ കാണിച്ച ഭാഗത്ത് ഒരു 3 കപ്പാസിറ്റർ ഇരിപ്പുണ്ട്. ആ കപ്പാസിറ്റർ എടുത്ത് പുറത്ത് വയ്ക്കുക. നിങ്ങൾ എന്നിട്ട് ഷോട്ടിംഗ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു 70% മുകളിൽ ഷോട്ടിങ്, നിങ്ങൾക്ക് 70% മുകളിൽ നിങ്ങൾക്കൊരു ഫോൺ 100-70 ഈ 70 ഈ 3-4 കമ്പോണൻസിനകത്ത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആദ്യം നിങ്ങൾ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ രീതിയിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ഫൈൻഡ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഗുഡ് ബൈ.